ഒന്ന്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? ഉത്തരം സമ്പാദ് കൗമുദി. 2. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഉത്തരം DK കാർവെ. 1916 മഹാരാഷ്ട്രയിലാണ് സ്ഥാപിച്ചത്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെയാണ്. 1916 മഹാരാഷ്ട്രയിലാണ് സ്ഥാപിച്ചത്. ഈ സർവകലാശാലയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ശ്രീമതി നാദിബായ് ദാമോദർ താക്കർ വുമൺസ് യൂണിവേഴ്സിറ്റി, അതായത് SNDT. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെ. വർഷം ചോദിച്ചാൽ 1916. എവിടെയാണ് ചോദ്യം? മഹാരാഷ്ട്രയിലാണ്. പേരെന്താണെന്ന് ചോദിച്ചാൽ SNDT. ഫുൾ പേര് ശ്രീമതി നാദിബായ് ദാമോദർ താക്കർ വുമൺസ് യൂണിവേഴ്സിറ്റി. 3. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആര്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം അബനീന്ദ്ര നാഥ ടാഗോർ. 4. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഉത്തരം 1 തവണ. 5. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആര്? ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആര്? ഉത്തരം NV കൃഷ്ണവാര്യർ. 6. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഉത്തരം റഷ്യ. 7. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? ഉത്തരം പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം. 8. കല്ലുമാല സമരം നടന്ന വർഷം. കല്ലുമാല സമരം നടന്ന വർഷം 1915 കൊല്ലം ജില്ലയിലാണ് കല്ലുമാല സമരം നടന്നത്. 9. ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം. ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം 1936. 10. മലബാർ കലാപം നടന്ന വർഷം. മലബാർ കലാപം നടന്ന വർഷം 1921 ജൂലൈ 10. 11. കയ്യൂർ സമരം നടന്ന വർഷം. കയ്യൂർ സമരം നടന്ന വർഷം. ഉത്തരം 1941. സന്യാസി കലാപം നടന്ന വർഷം 1763. വെല്ലൂർ കലാപം നടന്ന വർഷം 1806. ശിപായി കലാപം നടന്ന വർഷം 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. ഇനി 15-മത്തത് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. 16. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആര്? വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം കുമാരനാശാൻ. 17. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഉത്തരം KM മുൻഷി. 18. 102-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏത്? ഉത്തരം ആർട്ടിക്കിൾ 338B. 19. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏത്? ഉത്തരം ആർട്ടിക്കിൾ 21A. 20. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യവും ഏത്? 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യവും ഏത്? ഉത്തരം യുണൈറ്റഡ് കിങ്ഡം. 21. 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഉത്തരം 1969-74. 22. നീതി ആയോഗ് രൂപീകരിക്കപ്പെട്ട വർഷം. നീതി ആയോഗ് രൂപീകരിക്കപ്പെട്ട വർഷം. ഉത്തരം 2015 ജനുവരി 1. 23. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഉത്തരം ഗാന്ധിജിയുടെ മരണം.
24. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏത്? ഉത്തരം വിഴിഞ്ഞം തുറമുഖം. 2025 മെയ് 2-നാണ് കേട്ടോ, 22 അല്ല, മെയ് 2-നാണ് ഇത് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. 2025 മെയ് 2-നാണ് ഇത് നിലവിൽ വന്നത്. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ല. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം എവിടെയാണ്? ഇന്ത്യയിൽ എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ്. കേരളത്തിലെ തിരുവനന്തപുരം പട്ടണത്തിലെ തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളത്തിൻ്റെ ഒരു അന്താരാഷ്ട്ര ഡീപ്പ് വാട്ടർ മൾട്ടിപ്പർപ്പസ് തുറമുഖമാണ്. 25. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പും നടന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പും നടന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തരം ഒഡീഷ, ആന്ധ്രാപ്രദേശ്. 26. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്ര? ഉത്തരം 78. 27. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ്. ജില്ലയിലെ മൂന്നാറിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വരയാടുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത ആവാസ കേന്ദ്രമാണെന്ത്? ഇരവികുളം ദേശീയോദ്യാനം. ഇതിന് വിസ്തീർണം എത്രയെന്ന് ചോദിച്ചാൽ 97 ചതുരശ്ര കിലോമീറ്ററാണ്. ഇത് എന്നാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ 1978-ലാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ മൂന്നാറിനടുത്ത് സ്ഥിതി ചെയ്യുന്നത്. വരയാടുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത ആവാസ വ്യവസ്ഥ കൂടിയാണ്. വിസ്തീർണം ചോദിച്ചാൽ 97 ചതുരശ്ര കിലോമീറ്ററാണ്. ഇതെന്നാണ് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്? 1978-ലാണ്. ഇനി അടുത്തത് 28-മത്തേത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. 29. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഉത്തരം മാലിക് ആസിഡ്. 30. ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്ത്? ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്ത്? ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്ത്? ഉത്തരം ആദിത്യ L1. 31. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? ഉത്തരം അല്ലു അർജുൻ. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആരാണ്? അല്ലു അർജുനാണ്. 69ാമത് ദേശീയ പുരസ്കാരം 2023 മികച്ച നടൻ ലഭിച്ചത് അല്ലു അർജുനാണ്. പുഷ്പ ദി റൈസ് എന്ന ചിത്രത്തിനാണ്. ഏത് ചിത്രം ചോദിച്ചാൽ പുഷ്പ ദി റൈസ് എന്ന ചിത്രത്തിനാണ്. അപ്പം മികച്ച നടനുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2025, അതായത് 2025 ആർക്കാണ് നേടിയെന്ന് ചോദിച്ചാൽ ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയോട് പങ്കിട്ടതാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനുള്ള അവാർഡ് ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയും പങ്കിട്ടു. ജവാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ജവാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഷാറൂഖ് ഖാന് ലഭിച്ചത്. 12ാം പരാജയം എന്ന ചിത്രത്തിനാണ് ആർക്ക് ലഭിച്ചത്? വിക്രാന്ത് മാസിക്ക് പുരസ്കാരം നേടി. 33. 2024 സമ്മർ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? 2024 സമ്മർ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? ഫ്രാൻസിലെ പാരീസിലാണ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം അപര്യാപ്തത രോഗങ്ങൾ. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏത്? 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏത്? ഉത്തരം കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമാണ് ആചരിക്കുന്നത്? ഉത്തരം ചെറുധാന്യങ്ങൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ കെ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ ഡി. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏത്? കേരളം. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്?
ഉത്തരം വൈകുണ്ഠസ്വാമികൾ. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം കേട്ടോ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ ഒരു ജാഥയിൽ പങ്കെടുത്ത ജനക്കൂട്ടം പോലീസുമാരുടെ സംഘർഷത്തെ തുടർന്ന് ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ട സംഭവമാണ് ചൗരി ചൗര സംഭവം. അപ്പോൾ നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ സംഭവം എന്താണ്? ചൗരി ചൗര സംഭവമാണ്. ഈ സംഭവത്തിൽ 22 പോലീസുകാരും 3 സാധാരണക്കാരും കൊല്ലപ്പെട്ടു. ഇതിനെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമര പ്രസ്ഥാനം നിർത്തിവെച്ചു. 43 സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ്. സന്യാസി കലാപം നടന്നത് 1763 മുതൽ 1800 വരെയാണ്. അപ്പോൾ സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. 1763 മുതൽ 1800 വരെയാണ്. ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന സായുധ പോരാട്ടങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു. അതായത് ഉയർന്ന നികുതിക്കെതിരെ നടന്നൊരു കലാപമാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഉത്തരം ബോംബെ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് എവിടെ? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് എവിടെ? സ്ഥാപിച്ചത് ആരാണെന്ന് കേട്ടോ? വില്യം ജോൺസ്. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ഉത്തരം ലോകസഭയിൽ. 47 മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചുകിട്ടുന്നതിന് അനുച്ഛേദം അതായത് ആർട്ടിക്കിൾ 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് ആർട്ടിക്കിൾ 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഉത്തരം ഹൈക്കോടതി. 48 വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18ആയി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18ആയി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61-ാം ഭേദഗതി. 49 വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കൺകറന്റ് ലിസ്റ്റ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? ഉത്തരം JD വാൻസ്. താങ്ക് യു.